ഇന്നും വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീഡിലാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു ഫാക്ടറിക്കുള്ളിൽ ഒരു പ്രത്യേക റൂമുണ്ട്. ആ റൂമിന്റെ വാതിൽ വരെ വാഹനങ്ങളൊക്കെ പോകും. പക്ഷെ വാതിലിലൂടെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമേ കടക്കാൻ പറ്റൂ. അത്ര വീതി മാത്രമേ വാതിലിനുള്ളൂ. ഈ റൂമിനുള്ളിൽ ഫാനിന്റെ അടുത്തൊരു ചെറിയ ബോക്സ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ പ്രൊഡക്ഷനെ സംബന്ധിക്കുന്ന ഒരു ഡ്രോയിങ് ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ഡ്രോയിങ് മോഷണം പോയി. അപ്പോൾ രാത്രി അന്വേഷിച്ചപ്പോൾ രാത്രി ഒരു വാഹനം അകത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു തുറന്ന വാഹനമായിരുന്നു. ഈ വാഹനം അകത്ത് നിർത്തി ആൾക്കാർ പോയി എന്നൊക്കെ അവർ അന്വേഷിച്ചിരുന്നു, കണ്ടുപിടിച്ചു. പക്ഷേ ഈ വാഹനത്തിൽ ഏണിയോ കസേരകളോ മേശയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇല്ലാതെ തന്നെ ഈ ചുവരിലൊന്നും കയറിപ്പോകാൻ കഴിയാതെ തന്നെ ഈ ഫാനിന്റെ മുകളിലായിട്ടുണ്ടായിരുന്ന ബോക്സിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. തറയിൽ നിന്നൊരാൾക്ക് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും പൊക്കത്തിൽ കയറി മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് എടുത്തതെന്ന് അവർക്കറിയില്ല. ഈ വാഹനം വന്നതിന്റെ ടയറിന്റെ അടയാളങ്ങളുണ്ട്. അവിടെ കുറെ വെള്ളത്തുള്ളികളുണ്ട്. ഈ മുറിക്കകത്ത് തറയിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് സംഭവങ്ങളുള്ളത്. പക്ഷെ മോഷണം നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മോഷണം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് പേർക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും. അറിയാവുന്നുള്ളൊരു ഉത്തരം പറഞ്ഞോളൂ. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി, പറഞ്ഞു കഴിഞ്ഞവർക്ക് വേണ്ടി. ഈ വാഹനത്തിൽ ഇവര് കുറച്ച് ഐസ് ക്യൂബുകൾ കൊണ്ടുവന്ന്, വലിയ ഐസിന്റെ വലിയ ബർത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ അടുക്കിയിട്ട് അതിന് ഉയരെ കയറി നിന്നിട്ടാണ് ഈ ഡ്രോയിങ് എടുത്തുകൊണ്ട് പോയത്. കുറെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഐസ് അലിഞ്ഞാണ് മുറിക്കുള്ളിലെ വെള്ളമായത്. ഈ ഐസ് എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ അടുത്ത് വെള്ളത്തിന്റെ തുള്ളികളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞു റിഡിലാണ്. വളരെ ചെറിയ ലോജിക്ക് വെച്ച് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ?